ഒരു ഓഫീസ് സ്പേസിനെ ചൊല്ലിയുള്ള തർക്കം തിരുവനന്തപുരം നഗരസഭയിലെ അസ്ഥിവാരം തന്നെ തോണ്ടുന്ന രീതിയിലാണ് വളർന്നു വന്നിരിക്കുന്നത്. സോ സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണമെങ്കിൽ പറയാം. വട്ടിയൂർക്കാവിലെ നമ്മുടെ വി കെ പ്രശാന്ത് MLA യും കൗൺസിലറായിട്ടുള്ള ശ്രീലേഖയും തമ്മിലുള്ള ഒരു ഓഫീസ് സ്പേസിനെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് ഇതിനെല്ലാത്തിനും തുടക്കം. ആക്ച്വലി ശ്രീലേഖ പറയുന്നത് തനിക്ക് കിട്ടിയേക്കുന്ന അല്ലെങ്കിൽ കൗൺസിലറിന്റെ ഇപ്പോഴത്തെ റൂം എന്ന് പറയുന്നത് അത് വളരെയധികം ശോചനീയമാണ്. ടോയ്ലറ്റിലാണ് ആക്ച്വലി ഷെൽഫുകളും ഫയലുകളും ഒക്കെ വെക്കേണ്ടത്. സോ അത് അങ്ങേയറ്റം ദയനീയ അവസ്ഥയാണെന്നുള്ള രീതിയിൽ ഓഫീസ് സ്പേസ് ഇപ്പോഴത്തെ MLA ഓഫീസ് സ്പേസ് മാറി തരണമെന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് ചെയ്തു. ആക്ച്വലി ഓഫീസ് സ്പേസ് MLA ഓഫീസ് സ്പേസ് സെയിം കോർപ്പറേഷൻ്റെ കീഴിലുള്ള ആ വാർഡിൽ തന്നെയാണ്. സോ ഒരു കൗൺസിലറിനെ സംബന്ധിച്ചിടത്തോളം വേറെ വാർഡിൽ ചെന്നിട്ട് നമുക്ക് ഓഫീസ് സ്പേസ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ MLAക്ക് അത് പറ്റുന്നത് കൊണ്ട് തന്നെ MLAയോട് മാറി തരണമെന്നുള്ള രീതിയിൽ അഭ്യർത്ഥിക്കുകയുണ്ടായി. പക്ഷേ MLAയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കിന് ഈ ഒരു ഇപ്പോഴത്തെ വാടക കരാറ് പ്രകാരം മെയ് വരെ അവകാശമുണ്ട് അവിടെ നിൽക്കാൻ. സോ അത് കഴിഞ്ഞിട്ട് ശേഷം ആവാം എന്നുള്ള രീതിയിൽ MLA പറഞ്ഞു. അങ്ങനെ അല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യം ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരു വെല്ലുവിളിയും ഉണ്ടായി. ഇതിനെ തുടർന്ന് ആ പ്രശ്നം വലിയ രൂക്ഷമാവാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് ആദ്യം BJP ശ്രമിച്ചതെങ്കിലും പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ഈ ഒരു കാര്യത്തിനെ നല്ല രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. അതായത് MLAയുടെ ഓഫീസ് സ്പേസ് 1000 രൂപയിലും താഴെയാണ് വാടക ഈടാക്കുന്നതെന്ന്. ആക്ച്വലി ഇന്ന് തിരുവനന്തപുരത്ത് 1000 രൂപയിൽ താഴെ കിട്ടുന്ന ഒരു റൂം പോലും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വലിയൊരു ഓഫീസ് സ്പേസ് 1000 രൂപയിൽ താഴെ മാത്രമാണ് ഈടാക്കുന്നതെന്ന് അറിയുന്നത്. പക്ഷേ വേറൊരു കാര്യം ശ്രമിച്ചു കഴിഞ്ഞാൽ MLAയുടെ പൈസയാണെങ്കിലും വാടക കോർപ്പറേഷൻ്റെ വാടകയാണെങ്കിലും എല്ലാം ജനങ്ങളുടെ പൈസ തന്നെയാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ന്യായമാണോ അന്യായമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ക്ലിയർ ഇല്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ഓഫീസ് സ്പേസിന് 1000 രൂപയിൽ താഴെ മാത്രമാണ് വാടക വന്നിരിക്കുന്നത്. അത് ഒരു ചെറിയൊരു ബോംബിന് തീ കൊരുത്തി. സോ അതാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും, അതായത് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും വാടക കുടിശ്ശികയും വാടക കരാറുകളുടെയും ലിസ്റ്റ് എടുക്കാൻ പോവുകയാണ്. അതിനകത്തിലെ അഴിമതി കണ്ടുപിടിക്കാൻ. എൻ്റെ പ്രഡിക്ഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒട്ടനേകം അഴിമതികൾ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെതിരെയും കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും കുറേ പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ തിരുവനന്തപുരത്തെ എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരിക്കാം മെയിൻ അജണ്ട ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെതിരെ BJP ആയുധമാക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ പറയാം.